അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആദ്യമായി പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ത്യാഗത്തിൻ്റെ കഥ പറയുന്ന, സ്നേഹത്തിൻ്റെ ഊഷ്മളമായ ദിനരാത്രങ്ങളാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. മക്കയിൽ ഹജ്ജിന് പോയ ഹജ്ജാജിമാർ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവർ അവരുടെ പാപഭാരങ്ങളെ ഇറക്കി വെക്കുന്ന ഒരു സമയം കൂടെയാണ് പെരുന്നാൾ സുദിനം എന്ന് പറയുന്നത്. ദുൽഹിജ്ജ് 10 ദിവസം പരിശുദ്ധ മക്കയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിലുമൊക്കെയായി മിനയിലുമൊക്കെയായി അവർ അവരുടെ ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് വലിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാർദ്ധക്യകാലത്താണ്, സാറാ ബീവിക്ക് 90 വയസ്സോടടുത്ത സമയത്താണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചത്. അത്ര കാലത്തോളം ഒരു കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു മകനോ മകളോ ഇല്ലാത്തതിൻ്റെ പേരിൽ അവരിങ്ങനെ സങ്കടപ്പെട്ട് ജീവിച്ച ഒരു കാലത്തുനിന്ന് അവരോട് അവരുടെ വാർദ്ധക്യത്തിൽ ജിബ്രീൽ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്ന്. ആദ്യം സാറാ ബീവിക്ക് വിശ്വാസമില്ല, കാരണം വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു. അങ്ങനെ ഇസ്മായിൽ എന്ന് പറയുന്ന മനോഹരമായ സുന്ദരനായ ഒരു കുട്ടിയെ അവർ പ്രസവിച്ചു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ കുട്ടിയെ ലാളിച്ച് വളർത്തി. അങ്ങനെ കുട്ടിക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സ്വപ്നത്തിലൂടെ അള്ളാഹു വഹി നൽകുകയാണ്. കുട്ടിയുമായി ബന്ധപ്പെട്ട വഹിയായ കുട്ടിയോട് ആ വിഷയം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് ആ വിഷയം പറഞ്ഞപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്തോളൂ എന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വളരെ പോസിറ്റീവായി സംസാരിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെയും കുട്ടി അങ്ങനെ അള്ളാഹു ആ സ്വപ്നത്തിൽ ആവശ്യപ്പെട്ട കാര്യം നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ, സാക്ഷാൽ അവരുടെ യാത്ര മുടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന നിർവഹിക്കാൻ വേണ്ടി പോവുകയും അങ്ങനെ അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാടിനെ ഇറക്കി കൊടുക്കുകയും അതിനെ അറക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള നാൾ എന്നുള്ള അർത്ഥത്തിലേക്ക് ഈ പെരുന്നാൾ മാറിയത്. ഏതായാലും ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ സന്തോഷത്തോടു കൂടിയിട്ടും സൗഹാർദ്ദപരമായിട്ടും എല്ലാവരെയും ചേർത്ത് പിടിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.